നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വരാനിരിക്കുന്ന ഭരണമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ഭരണപക്ഷത്തെ നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയായിട്ട് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികാരം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ UDF മുന്നോട്ട് നീങ്ങുമ്പോൾ ആര് നയിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള ഒരു ദൗത്യമല്ല. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും അതോടൊപ്പം തന്നെ നേതാക്കളുടെ താല്പര്യങ്ങളെയും മറികടന്നുകൊണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ നേരിട്ട് തങ്ങളുടെ നിലപാടുകൾ അറിയിക്കുന്നുവെന്നതാണ് ശ്രദ്ധേയം. വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഈ ചർച്ചകൾക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പ് പോരുകൾക്ക് അന്ത്യം കുറിക്കാനും അതോടൊപ്പം തന്നെ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് നയിക്കാനും പ്രിയങ്കയുടെ ഇടപെടൽ അനിവാര്യമാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോൾ ഇത് പാർട്ടിക്കുള്ളിലെ പുതിയൊരു അധികാര കേന്ദ്രത്തിൻ്റെ ഉദയമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് VD സതീശൻ കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിന് അണികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത്. നിയമസഭയ്ക്കകത്തും അതോടൊപ്പം തന്നെ പുറത്തും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായിട്ട് സതീശൻ സ്വീകരിച്ച കർക്കശമായിട്ടുള്ള നിലപാടുകൾ യുവതലമുറയിലെ പ്രവർത്തകരെ പോലും ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിഫലനം എന്നോണമാണ് വയനാട്ടിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഇമെയിൽ പ്രവാഹം ആരംഭിച്ചിരിക്കുന്നത്. കേവലം ഒരു പദവി എന്നതിലുപരിയായിട്ട് ഭരണ നൈപുണ്യമുള്ള ഒരു നേതാവിലൂടെ പാർട്ടിയെ നവീകരിക്കണം എന്ന ആഗ്രഹമാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത്. ഔദ്യോഗിക പദവികളിലിരിക്കുന്ന നേതാക്കളെക്കാൾ കൂടുതൽ സാധാരണ പ്രവർത്തകർ ഈ ആവശ്യവുമായിട്ട് രംഗത്തെത്തുന്ന നേതൃത്വത്തെ ഇപ്പോൾ അമ്പരപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും അതോടൊപ്പം തന്നെ ഇമെയിലുകളിലൂടെയും ഒക്കെ തന്നെ നടക്കുന്ന ഈ ഒരു പ്രചരണം അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. പ്രിയങ്ക ഗാന്ധി വയനാട് MP എന്ന നിലയിൽ കേരളത്തിൽ സജീവമായതോടുകൂടി ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിക്ക് ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ സ്പന്ദനങ്ങളൊക്കെ തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഹൈക്കമാൻഡ് പ്രതിനിധി എന്ന നിലയിൽ പ്രിയങ്കയ്ക്ക് മേൽ പ്രവർത്തകർ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. വയനാട്ടിലെ പ്രാദേശിക നേതാക്കൾ മുതൽ സാധാരണ അണികൾ വരെ ഒപ്പിട്ട നിവേദനങ്ങളും ഇമെയിലുകളും ഒക്കെ തന്നെ പ്രിയങ്കയുടെ ഓഫീസിലേക്ക് അയക്കുന്നത് വഴി കേരളത്തിലെ യഥാർത്ഥ വികാരം കേന്ദ്ര നേതൃത്വത്തെ ഇപ്പോൾ അറിയിക്കുകയാണ് ലക്ഷ്യം. ഗ്രൂപ്പ് വൈര്യങ്ങൾ കൊണ്ട് പണ്ടേ തളർന്ന കേരളത്തിലെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് പ്രിയങ്കയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കഴിയുമെന്ന് അണികളെല്ലാം തന്നെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം ഒരു MP എന്നതിലുപരിയായിട്ട് കേരളത്തിലെ പാർട്ടിയുടെ രക്ഷകയായിട്ടാണ് ഭൂരിഭാഗം പ്രവർത്തകരും പ്രിയങ്ക ഗാന്ധിയെ നോക്കിക്കാണുന്നത്. നേതാക്കൾ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള വടംവലികളൊക്കെ തന്നെ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ആശങ്കയും ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. എന്നിരുന്നാലും VD സതീശനെ മുൻനിർത്തിയുള്ള ഈ ഒരു പടയൊരുക്കം അത് അത്ര എളുപ്പമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാർട്ടിക്കുള്ളിൽ ദശാബ്ദങ്ങളായിട്ട് പേരുകളുള്ള മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ സാന്നിധ്യം ഇവിടെ നിർണായകമാണ്. ഹൈക്കമാൻഡിന് ഏറെ പ്രിയപ്പെട്ട KC വേണുഗോപാൽ, അതുപോലെ തന്നെ അനുഭവ സമ്പന്നനായിട്ടുള്ള രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ നിൽക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കുന്നത് ഗ്രൂപ്പ് പോലെ വർദ്ധിപ്പിക്കാനായിട്ട് മാത്രമേ സഹായിക്കൂവെന്ന് ഒരു വിഭാഗം ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് പ്രാധാന്യമർഹിക്കുന്നത്. എല്ലാവരെയും കൃത്യമായി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമവായ ഫോർമുല കണ്ടെത്തുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ അവർക്ക് മുന്നിലുള്ളത്. വയനാട്ടിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ പരസ്യമായ ആവശ്യങ്ങളുമൊക്കെ തന്നെ ഹൈക്കമാൻഡിനുള്ള ഒരു താക്കീത് കൂടിയാണ്. താഴെത്തട്ടിലുള്ളവരുടെയൊക്കെ തന്നെ വികാരം അവഗണിച്ചാൽ അത് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. നേതാക്കൾക്കിടയിലെ ഈഗോ യുദ്ധങ്ങളും അതോടൊപ്പം തന്നെ ഫ്ലക്സ് രാഷ്ട്രീയവും ഒക്കെ തന്നെ കോൺഗ്രസിൻ്റെ വിജയ സാധ്യതകളെ എപ്പോഴും തുരങ്കം വെച്ചിട്ടുള്ള ചരിത്രമാണുള്ളത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ഇപ്പോൾ അതീവ ജാഗ്രതയോടെ ഇടപെടുന്നത്. VD സതീശന്റെ പോരാട്ട വീര്യം അംഗീകരിക്കുമ്പോൾ തന്നെ മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ പിന്തുണ ഉറപ്പാക്കാതെ മുന്നോട്ട് പോകുന്നത് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. എന്നാൽ അണികളുടെ ആവേശം തള്ളിക്കളയുന്നത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുമെന്നും അവർക്ക് നന്നായിട്ടറിയാം. ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കും അപ്പുറമായിട്ട് കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കാനായിട്ട് ആർക്ക് സാധിക്കും എന്നതിലാകണം അന്തിമ തീരുമാനം ഉണ്ടാവേണ്ടത്. രാഷ്ട്രീയ എതിരാളികൾ പോലും ഉറ്റുനോക്കുന്നത് പ്രിയങ്കയുടെ അടുത്ത നീക്കത്തിലേക്കാണ്. ഒരു വലിയ പൊട്ടിത്തെറി ഒഴിവാക്കി പാർട്ടിയെ ഐക്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുക എന്നത് തീർച്ചയായിട്ടും പ്രിയങ്കയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പരീക്ഷണമായിരിക്കും. ഏതായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നാടകീയമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കാനിടയുണ്ട്. വയനാട്ടിലെ സാധാരണ പ്രവർത്തകർ അവർ തുടങ്ങിവെച്ച ഈ ഒരു ഇമെയിൽ യുദ്ധം അത് ഹൈക്കമാൻഡിൻ്റെ നിലപാടുകളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നത് തീർച്ചയായിട്ടും കണ്ടറിയണം. കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയിൽ അർപ്പിച്ചിരിക്കുന്നത് വലിയൊരു പ്രതീക്ഷയാണ്. കാരണം പഴയ ആ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ തന്നെ തകർത്ത് അണികൾ ആഗ്രഹിക്കുന്ന ഒരു നേതൃനിരയെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രിയങ്കയ്ക്ക് സാധിക്കുമോ എന്നതാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം.
ഒരു മാറ്റത്തിന് സമയമായി എന്ന ഒരു വിഭാഗം ഉറപ്പിച്ച് പറയുമ്പോൾ പാരമ്പര്യവും അനുഭവ സമ്പത്തും അവഗണിക്കാനാവില്ലെന്ന് മറുഭാഗവും വാദിക്കുകയാണ്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ ഓരോ വാക്കും ഓരോ നീക്കവും ഓരോ തീരുമാനവും കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന അന്തിമ വിധിയായിരിക്കും എന്നതിൽ സംശയമില്ല. ഈ അധികാര തർക്കങ്ങളൊക്കെ തന്നെ അവസാനിക്കുന്നത് ഒരു പുതിയ പോരാട്ടത്തിൻ്റെ തുടക്കത്തിലേക്കാണോ അതോ ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്കാണോ എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാക്കും.